ഈ പെട്രോൾ പമ്പിലാണ് കൊട്ടേഷൻ ഗുണ്ട സംഘത്തലവൻ ആട് ഷമീറിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം പട്ടാപ്പകൽ പരസ്യമായ ഗുണ്ട വിളയാട്ടം നടന്നത്. നിരവധി കൊട്ടേഷൻ കേസുകളിലെ പ്രതിയാണ് ആട് ഷമീർ. കൊടുവള്ളിയിൽ തന്നെ യുവാവിനെ മാരകമായി വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിലെ പിടികിട്ടാപ്പുള്ളി. ഗൾഫിലുണ്ടായ സാമ്പത്തിക ഇടപാടിന്റെ പേരിൽ 2024 ഡിസംബർ 24-നാണ് കൊടുവള്ളി സ്വദേശിയായ സാലിക്ക് നേരെ ആട് ഷമീറിന്റെയും സംഘത്തിന്റെയും ആക്രമണമുണ്ടായത്. കൈകാലുകൾക്ക് ഗുരുതരമായി വെട്ടേറ്റ ഷമീർ 3 മാസം ആശുപത്രിയിൽ കഴിഞ്ഞു. ഈ രാത്രി ഒരു 1:30 മണിക്കാണ് അവരിൻ്റെ ഓഫീസിൽ വന്നത്. ഞാൻ അവിടെ ഒറ്റയ്ക്കുള്ളായിരുന്നു. അന്ന് വന്ന് ഒരു 6 പേരുണ്ടായിരുന്നു. അവരെന്നെ വന്ന് വെട്ടി. ഞാനന്ന് ഏകദേശം ഒരു 3 മാസത്തോളം തന്നെ ഞാൻ ഹോസ്പിറ്റലിലായിട്ടായിരുന്നത് 3 പേര്. കൊടുവള്ളി സ്റ്റേഷനിൽ അന്വേഷിച്ച് നോക്കുന്നേരം നമുക്ക് കിട്ടിയ വിവരം എന്ന് പറഞ്ഞാൽ അവർ കർണാടകയിൽ അവിടെ ഉണ്ടെന്നുണ്ട്. അവിടെ വരെ സാർമാർ പോയിട്ടുണ്ടായിരുന്നു. ആട് ഷമീർ, അങ്ങനെ വേറെ 2-3 ആളുകളുണ്ട്. അവരെല്ലാവരെയും അവിടുന്ന് സ്കൂട്ടായി പോയി. പിന്നാലെ വീണ്ടും ആട് ഷമീറിന്റെ ഭീഷണിയെത്തി. എനിക്കറിയില്ല ഏത് ഷാഫി ഏത് ഫിറോസ്, അത് പറയും. ഷാഫി എന്ന് പറഞ്ഞത് താമരശ്ശേരിയുള്ള ഷാഫി. എനിക്കറിയില്ല, എല്ലാം അറിയിക്കും. അടുത്ത പണി വരുമ്പോ എല്ലാം അടിക്കണം. ഈ പണി ഞാനും അടിച്ചത്, അടുത്ത പണി ഞാനും അടിക്കുന്നത്. അതുകൊണ്ടാണ് ഓപ്പണായിട്ട് വന്നത്. ചിലപ്പോൾ ഇതിനെ ഓർക്കും, ശ്രദ്ധിച്ചു. ഇനി അങ്ങനെ സംഭവിക്കും. അങ്ങനെയാണ് അതുകൊണ്ടുള്ള ഒരു ഭീഷണി തന്നിരുന്നത്. അതിന് ഞാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രിക്കും DYSPക്കും അങ്ങനത്തെ എല്ലാ പ്രമുഖ എല്ലാവർക്കും ഞാൻ ചെയ്തിട്ടുണ്ട്. മെസ്സേജ് അയക്കുകയും കംപ്ലൈൻ്റ് അയക്കുകയും ചെയ്തിരുന്നു. അതിൻ്റെ ഒരു ടെൻഷനിലായി ഞാൻ നിന്നിരുന്നത്. അപ്പോൾ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചിട്ടില്ല ഇവരിപ്പോഴും നമ്മളെ നാട്ടിൽ കൂടെ നടക്കും എന്നുള്ളത്. എനിക്ക് ഒരു വല്ലാത്തൊരു ഷോക്കായിപ്പോയോ. 2 പരാതികളിലും പോലീസ് കേസെടുത്തുവെങ്കിലും ഷമീറിനെ കണ്ടെത്താനായില്ല. പ്രദേശത്തെ സ്വർണ്ണക്കള്ളക്കടത്ത് സംഘത്തിന്റെ പിന്തുണയോടെയാണ് കൊട്ടേഷൻ സംഘം പ്രവർത്തിക്കുന്നതെന്ന് സാലി ആരോപിക്കുന്നു. ഈ ചെയ്യിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷഫീഖ് എന്ന് പറഞ്ഞിട്ടുള്ള കൊടുവള്ളി തന്നെയുള്ള ഒരാളാണ്. ഓന് ദുബായിൽ ജ്വല്ലറിയൊക്കെ ഉള്ള ആളാണ്. ഓൻ തന്നെ ഡയറക്റ്റിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഇനിയും ഉറക്കിക്കാളെന്നാണ് പറയുന്നത്. നമ്മളെ നാട്ടിലെ കുറേ ആളുകളുടെ സഹായം കൊണ്ട് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതിങ്ങനെ ആവാനുള്ള കാരണം. തനിക്ക് നേരെ ഏത് നിമിഷവും വീണ്ടും ആക്രമണം നടക്കുമെന്ന ഭീഷണിയിലാണ് കഴിയുന്നതെന്ന് സാലി പറയുന്നു. പോലീസ് ഒളിവിലാണെന്ന് പറയുമ്പോഴും കൊട്ടേഷൻ പ്രവർത്തനങ്ങൾക്കായി സംഘം കൊടുവള്ളിയിൽ തന്നെ ക്യാമ്പ് ചെയ്യുന്നുവെന്ന് തെളിയിക്കുന്നതാണ് പെട്രോൾ പമ്പിലുണ്ടായ ഗുണ്ടാവിളയാട്ടം. ജോം ടിക്കൊപ്പം മുഹമ്മദ് ഷഹീദ്, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.